ഹലോ. BEGC 109 റൊമാൻറ്റിക് ലിറ്ററേച്ചറിൻ്റെ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ വേർഡ്സ് വർത്തിൻ്റെയും എസ്.ടി. ക്ലോറൻജിൻ്റെയും ആണ് മെയിനായിട്ട് പഠിക്കുന്നത്. അതിൽ എസ്.ടി. ക്ലോറൻജിൻ്റെ ഒരു ലെവലിലേക്ക്, അതായത് ബ്ലോക്ക് സെക്കൻഡിലേക്ക്, പാർട്ട് സെക്കൻഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എസ്.ടി. ക്ലോറൻജ് എന്ന് പറഞ്ഞാൽ ആരാണ്? സാമുവൽ ടെയ്ലർ ക്ലോറൻജ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. നമ്മൾ പറഞ്ഞു 1798 അദ്ദേഹം വേർഡ്സ് വർത്തും കൂടിയായിട്ടാണ് ലിറിക്കൽ ബലാഡ് ഉണ്ടാക്കിയത്. അതാണ് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് മൂവ്മെൻറ്റിന് തന്നെ തുടക്കമാകുന്നത്. ഈ ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ്സ് എഴുതാതെ ഒരിക്കലും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടോ. റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിറിക്കൽ ബലാഡിനെ കുറിച്ച് പരാമർശിക്കുന്നത്. പിന്നെ നമ്മൾ അദ്ദേഹം എന്ന് പറയുന്നത് 1772 to 1834 അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ, അതായത് 62 ഇയേഴ്സാണ്. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തിരുന്ന ആളാണെന്നാണ് കേട്ടോ പറയുന്നത്. അത് ബുക്കിൽ കാണുന്നില്ല, ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ അങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കണ്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹൈ എമൗണ്ട് ഓഫ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം വെറും ഒരു പ്ലേ റൈറ്റർ മാത്രമല്ല, വെറും ഒരു പോയറ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു എസ്സേയിസ്റ്റും ജേർണലിസ്റ്റും, അദ്ദേഹം ഒരു പ്രീച്ചറും, അദ്ദേഹം ഒരു ലെക്ചററും, അങ്ങനെ വളരെ എല്ലാ രീതിയിലും തിളങ്ങിയിരുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ നമുക്ക് പഠിക്കാനുള്ളത് ദ റൈം ഓഫ് ആൻഷ്യൻ്റ് മറൈനറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് എഴുതുമ്പോൾ അദ്ദേഹം ബിബ്ലിക്കൽ സ്റ്റോറീസിനെ ബേസ് ചെയ്തിങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സൊക്കെ വന്നിരുന്നത്. അതായത് നമുക്കറിയാം ബിബ്ലിക്കൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിൾ ബേസ്ഡ് സ്റ്റോറീസാണ്. പ്രത്യേകിച്ച് ആദം ഹവ്വ, ആ ഒരു ബേസ്ഡ് സ്റ്റോറീസാണ്. ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളായ ആബേലും കെയ്നുമാണ് ക്ലോറൻജിൻ്റെ ഈ റൈം ഓഫ് ആൻഷ്യൻ്റ് മറൈൻ്റെ ബേസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഇതിന് ആബേൽ, നമുക്കറിയാം സ്റ്റോറി. ആബേൽ എന്ന് പറയുന്ന പിന്നെ വ്യക്തി, അദ്ദേഹം കെയ്നിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ്? അതായത് ദൈവം 2 പേരോടും ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആബേലിൻ്റെ ഗിഫ്റ്റാണ് സ്വീകരിച്ചത് എന്നതിൻ്റെ ജലസി ആങ്കറും കാരണമാണ് കെയ്ന് ആബേലിനെ കൊല്ലാൻ കാരണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും എല്ലാം ഒരുപോലെ പരാമർശിക്കുന്നുണ്ടല്ലേ അതിനെക്കുറിച്ച്. പിന്നെ അതേപോലെ ഇനി നമ്മൾ കയറുന്നത് ബിബ്ലിക്കൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലാണല്ലോ. അപ്പോൾ ഈ സെക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ദ റൈം ഓഫ് ദി ആൻഷ്യൻ്റ് മറൈനറും വരുന്നത്. അപ്പോൾ ഇതിൽ ലിറ്റററി ബലാഡ് ആണ് റൈം ഓഫ് ദി ആൻഷ്യൻ്റ് മറൈനർ. ഈ ബലാഡിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ബലാഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ലാംഗ്വേജും ഇമാജിനറിയൊക്കെ ഉപയോഗിച്ചാണ് എഴുതിയിട്ടുണ്ടാവുക. അതിൽ റിപ്പീറ്റേഷൻ ഓഫ് അൾട്രേഷൻസ് വരും. അതേപോലെ ആർക്കിയാക്ക് പിന്നെ വേർഡ്സും അതേപോലെ സിമ്പിളായിട്ടുള്ള സ്പെല്ലിങ്ങും ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഫ്രേസസ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും. മിഡി ഈവൽ പോയട്രി ആണ് പിന്നെ ഈ ബലാഡ്സൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ബലാഡിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക എല്ലാവരും. അതേപോലെ ഈ ഒരു ദ റൈം ഓഫ് ദി ആൻഷ്യൻ്റ് പോയം എന്ന് പറയുന്ന ഈ ഒരു പോയത്തിനും പിന്നെ മറ്റേ നമ്മുടെ ആദമിൻ്റെയും കെയ്നിൻ്റെയും പോയവുമായിട്ട് ആ ഒരു സ്റ്റോറിയുമായിട്ടുള്ള ബന്ധം ഒരു 5 എണ്ണം നോട്ടായി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അത് രണ്ടും രണ്ടും വരുന്നത്. അത് ആ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി പറയാം. എന്നിട്ട് അതായത് എന്താണ് ആൻഷ്യൻ്റ് മറൈനറിൽ എസ്.ടി. ക്ലോറൻജ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം. എന്നിട്ട് എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും സിമിലാരിറ്റീസ് എന്ന് പറയാം. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഗേജ്മെൻറ്റ് സെറിമണിക്ക് സെൻറ്റ് ക്ലോറൻജ് ചെല്ലുന്ന സമയത്ത്, അതൊരു കല്യാണത്തിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് സെറിമണി ആയിരിക്കും. അപ്പോൾ സെൻറ്റ് ക്ലോറൻജ് അതിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹം കുറേ മനുഷ്യന്മാരെ കാണുന്നതും ഒരുപാട് കാലം അദ്ദേഹം ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കിയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് പറയണം. അദ്ദേഹം എങ്ങനെയാണ് ഇത്ര കാലം ജീവിച്ചത്, ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു ഇമോഷൻ എന്താണെന്നുള്ള അദ്ദേഹം മറ്റുള്ളവരോട് പറയണം, ഒരു കഥ പോലെ. അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരു സീ യാത്ര, ഒരു വോയേജ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത്
ആ ഒരു ഷിപ്പിൽ പൊതുവെ ഒരു സീ കൂടി ഒരു ഷിപ്പ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് മൊത്തത്തിലൊരു ലോൺലിനെസ് ആണ് എല്ലാവർക്കും ഫീൽ ചെയ്യുക. കാരണം ചുറ്റും കടൽ മാത്രമാണ്, അങ്ങനെ വേറെയുള്ള ആക്ടിവിറ്റീസും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് കൂട്ടായിട്ട് ഒരു ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു ബേർഡ് അവിടെ വന്ന് നിൽക്കുകയാണ്. ആ ആൽബട്രോസ് ഒരു വലിയൊരു ബേർഡാണ്, പക്ഷെ അതിനോട് എല്ലാവർക്കും ഒരു സ്നേഹം തോന്നുകയാണ്. കാരണം ഇവർ വളരെയധികം ഒരു ലോൺലിനെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവരും ആ ഒരു ആൽബട്രോസിന് അതൊരു ബ്യൂട്ടിഫുൾ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ഒരു ഇമ്പൾസിൻ്റെ പുറത്ത് പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ, അതായത് മറൈനർ എന്ത് ചെയ്യും, അദ്ദേഹത്തെ, അതായത് ആ പിന്നെ ബേർഡിനെ ഒറ്റയടിക്കങ്ങൾ കൊല്ലും. അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും, എല്ലാവരും അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യും. ഒരാവശ്യമില്ലാതെ ആ ഒരു ബേർഡിനെ എന്തിനാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്ലെയിം ചെയ്ത് അവസാനം എല്ലാവരും ആ ഒരു വോയേജിൽ, ആ ഒരു ജേണിയിൽ എല്ലാവരും മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ ഒരു ശവശരീരങ്ങൾ പോലും അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യുന്ന പോലെ, കേഴ്സ് ചെയ്യുന്ന പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ 7 ദിവസം ആ ഒരു സ്റ്റേജിൽ അദ്ദേഹം കടന്നുപോയി. ഒറ്റക്കാണ് പിന്നെ അദ്ദേഹം യാത്ര ചെയ്തത്. പിന്നെ അദ്ദേഹം ഒരു ഹമ്മിങ് ബേർഡിനെ കാണുകയും ആ ഹമ്മിങ് ബേർഡിനോട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. ഹമ്മിങ് ബേർഡിന് പറയുന്ന സമയത്ത് അവിടെ ഒരു കൺഫസ് ഫീലിംഗ് വരികയാണ്. അതായത് ഹമ്മിങ് ബേർഡിനോട് ആ ഒരു സോളിറ്റ്യൂഡിൽ വേറെ ആരോട് സംസാരിക്കണം, അപ്പോൾ സ്വയം സംസാരിക്കുന്ന പോലെ രീതിയിലാണ് ഇതിൽ വരുന്നത്. അല്ലാതെ അപ്പോൾ ബേർഡിനൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അനുഭവിച്ച ആ ഒരു വിഷമങ്ങളൊക്കെ ഒരു കൺഫസ് ചെയ്യുന്ന പോലെ പറയുകയും, പക്ഷേ ഈ ഒരു സംഭവത്തോടു കൂടി അദ്ദേഹം മൊത്തത്തിൽ മനുഷ്യ രാശിയിൽ നിന്ന് ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഗോഡും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു, കേഴ്സിൽ പാത്രമാക്കുന്നു. അങ്ങനെ പിന്നെ ഹി വുഡ് വാണ്ടർ പ്ലേസ് ടു പ്ലേസ്, ആ ഒരു പണിഷ്മെൻ്റാണ്, അങ്ങനെ ഒരു പണിഷ്മെൻ്റാണ് ദൈവത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ ഈ സെയിം സിമിലാരിറ്റി നമുക്ക് ആബേലിൻ്റെ കെയിനിൻ്റെ സ്റ്റോറിയുമായിട്ട് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതന്നെ ഇപ്പോൾ കെയിന് ആബേലിനെ കൊന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു, എന്താണ് കേഴ്സ് ചെയ്തു. അങ്ങനെ ആ ഒരു കേഴ്സ് അദ്ദേഹം ഫേസ് ചെയ്തു. പിന്നെ ഒറ്റപ്പെട്ടു, ഒരു ഏലിയൻറ്റേഷൻ സംഭവിക്കുകയാണ്. എല്ലാ മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നൊക്കെ അദ്ദേഹം ഒറ്റപ്പെട്ടു. അതേപോലെ ശാപം പേറി ഓരോ ലാൻഡ് ബൈ ലാൻഡായിട്ട് അദ്ദേഹം അങ്ങനെ നടക്കേണ്ട അവസ്ഥ വന്നു. 2 പേരും ഒരേപോലെയാണ് അത് ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് രണ്ടിൻ്റെയും ഒരു മോറൽ വൈസ് എന്ന് പറയുന്നത് എന്താണ്, 2 സ്റ്റോറിയും ഒന്ന് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇഫ് യു വയലേറ്റ് ദ നാച്ചുറൽ ലോ, നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു നിയമങ്ങളെ നമ്മൾ വയലേറ്റ് ചെയ്താൽ വി മസ്റ്റ് സഫർ, നമ്മൾ എന്തായാലും സഫർ ചെയ്യേണ്ടി വരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്ന് ഇവിടെ പറയുന്നുണ്ട്. രണ്ടിൻ്റെയും തീം ഒരേപോലെയാണ് വരുന്നത്. അതായത് ഗിൽറ്റി ഫീലിംഗ്, ക്രൈം, അതേപോലെ പെനൻസ്, പണിഷ്മെൻറ്റ്, അതേപോലെ ഫോർഗീവ്നെസ്, ഒരു സെർട്ടൻ കൈൻഡ് ഓഫ് റിഡംഷൻ, ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരികയാണ് 2 കൂട്ടർക്കും. കെയിനാണെങ്കിലും ഇവിടെ നമ്മുടെ ആൻഷ്യന് മറൈനർക്കാണെങ്കിലും. അപ്പോൾ ഇങ്ങനെയാണ് 2 സ്റ്റോറിയുടെ ഒരു സിമിലാരിറ്റി ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ, അല്ലേ? ഒരു നമ്മൾ കേട്ട സ്റ്റോറിയാണ്, ബിബ്ലിക്കൽ സ്റ്റോറിയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. രണ്ടിൻ്റെയൊക്കെ തീമും എല്ലാം വളരെ പിന്നെ സിമിലറാണ്. അപ്പോൾ ഈ 2 പേരുടെയും സിമിലാരിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ടെക്സ്റ്റ് കറക്റ്റ് 3-4-5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ എസ്സേയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഈ ആബേലിൻ്റെ കെയിൻ്റെയൊക്കെ സ്റ്റോറി നമുക്ക് പറ്റുന്ന പോലെയൊക്കെ എഴുതാൻ ശ്രമിക്കുക. അതേപോലെ ഇതാണ് ഈ സ്റ്റോറി അർത്ഥമാക്കുന്നത്. പിന്നെ അദ്ദേഹം ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പം അദ്ദേഹത്തിന് തോന്നുന്ന ഫീലിലൂടെയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. ഇപ്പം അദ്ദേഹം വളരെയധികം സന്തോഷവാനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്, അല്ലെ? ഒരുപാട് കാലം ഐസൊലേറ്റഡായി ജീവിച്ച ഒരാൾ പിന്നീട് ഒരുപാട് ചുറ്റും ഉള്ള മനുഷ്യരുടെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുകയാണ്, വി ഷുഡ് റെസ്പെക്റ്റ്, ലവ്, ഗിവ് സ്പേസ് ടു ഈച്ച് ആൻഡ് എവരി പേഴ്സൺസ് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസും ബഹുമാനമൊക്കെ നമ്മൾ കൊടുക്കണം ജീവിതത്തിൽ. എന്നാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ കൂടെയുള്ളവർക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വേർഡ്സ്വർത്തിൻ്റെ സ്റ്റോറീസിനേക്കാളും നല്ല ഒരു മോറൽ വൈസിൽ വളരെ ഹൈ ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു ഇത്. കാരണം വേർഡ്സ്വർത്തിനെ കൂടുതലും ഹ്യൂമൻ, നാച്ചർ, ചൈൽഡ്ഹുഡ് ഒക്കെ ആയിട്ടാണ് പോയത്. പക്ഷേ ഇത് ഹ്യൂമൻ, അതേപോലെ ഗോഡ് റിലേഷൻഷിപ്പ് സത്യത്തിൽ ഇവിടെ ശരിക്കും ഇതിൽ കാണിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള ആ ഒരു വിധി അനുഭവിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒറ്റപ്പെടുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം ഒക്കെ നമ്മളിവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്.
അപ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നു ഒരു ബേർഡിനെ കൊന്ന് ഇത്ര അനുഭവിക്കണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിലൂടെ അദ്ദേഹം ഒരുപാട് വലിയൊരു മോറൽ സൈഡാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് 3rd ബ്ലോക്കാണ്. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമൊക്കെ ഏകദേശം അടുത്ത് കഴിഞ്ഞ ഡിസംബറിലാണ്. ഓക്കെ, താങ്ക് യു.